നമ്മളൊരിക്കലും തന്നെ മതത്തിൽ അതിരുകവിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രതക്കും ജീർണതക്കും മധ്യേയുള്ള ഒരു മതമാണ്. അത് തീവ്രതയിലേക്കും പോകില്ല, ജീർണതയിലേക്കും ഒരിക്കലും പോകില്ല. ഇയ്യാകും വൽ ഉലുവ ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ ഒരിക്കലും തന്നെ അതിര് വിട്ടു പോകരുത്. കാരണം ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഉലുവ ഫിദ്ദീൻ, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോയിരിക്കുന്നത് മതത്തിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ് എന്നാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ ആര് ഒഴിവാക്കിയോ, അതിനെ വെറുത്തുവോ, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കുക, മതം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ചെയ്യുന്നതല്ല മതം. മറിച്ച് ഖുർആനിലും സുന്നത്തിലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ്. ഒരാള് പുലർച്ചെ എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയി സുബൈ ജമാഅത്തിന് എത്തിയപ്പോൾ അയാൾക്ക് ഭയങ്കര ആവേശം. അയാൾ പറഞ്ഞു, ഞാൻ നല്ല ഉന്മേഷത്തിലാണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇവിടെ സുബൈ 2 റക്അത്തേ ഉള്ളൂ, എനിക്ക് അതൊന്നും നിസ്കരിച്ചാൽ പോരാ, എനിക്ക് കൂടുതൽ കൂലി കിട്ടണം, കൂടുതൽ ഫാത്തിഹ സൂറത്ത് ഓതണം, കൂടുതൽ സുജൂദ് കിട്ടണം, കൂടുതൽ റുക്കൂഴ് കിട്ടണം. എന്താ ന്യായം? റുക്കൂഴ് നല്ലതല്ലേ, സുജൂദ് നല്ലതല്ലേ, ഫാത്തിഹ സൂറത്ത് നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ 4 റക്അത്ത് നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് നല്ലതാണോ അതോ തിന്മയാണോ? ഫാത്തിഹ സൂറത്ത് നല്ലതാണോ? ഒക്കെ നല്ലതാണ്. പക്ഷേ സുബൈ നമസ്കാരം 2 റക്അത്തിന് പകരം 4 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ അതിന് ബിദ്അത്ത് എന്ന് പറയും, മതത്തിൽ കൂട്ടിച്ചേർത്തത് എന്ന് പറയും. ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം. എന്ത്? ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം. കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും അവസാനം നരകത്തിലേക്കാണ്. എന്ത് മനസ്സിലായി? സുബൈക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചുകാണ്ട് നരകത്തേക്ക് പോവുക. കള്ള് കുടിച്ചിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, മോഷണം നടത്തിയിട്ടല്ല, അന്യൻ്റെത് പിടിച്ചു പറിച്ചിട്ടല്ല, മറിച്ച് ഇബാദത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കാത്തത് കൂട്ടിച്ചേർത്തത് കാരണത്താൽ. എന്ത് മനസ്സിലായി? ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കൂട്ടാൻ പറ്റുന്നതല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കാൻ പറ്റുന്നതല്ല. മതമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതിനാണ് മതമെന്ന് പറയുക. ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പകർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പൊ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഉഹ്ദീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മൺമറഞ്ഞു പോയവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, CM മടവരിനോടിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തിയ കാര്യം? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് നമ്മൾ 5 നേരം അള്ളാഹിനോട് പറയുന്നത്. അപ്പൊ പിന്നെ ഇവരോടൊന്നും പറയാൻ പാടില്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, എന്താ അവരൊക്കെ മഹാന്മാരല്ലേ എന്ന്. സുഹൃത്തുക്കളെ, മഹാന്മാരായാൽ അവരോട് അള്ളാഹിനോട് ചോദിക്കണത് അവരോട് ചോദിക്കണം എന്ന് അവരാരും പറഞ്ഞിരിക്കണോ? ഇപ്പൊ എന്താ, എവിടെ എത്തി? CM മടവൂരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു. അത് മാത്രല്ല, പിന്നെ പറഞ്ഞതെന്താ? അയാൾ തന്നെയാണ് ഞങ്ങളെ പടച്ചോന്. ഒരു പാട്ടിറക്കി, അതിനൊക്കെ ഭയങ്കര വിമർശനം വന്നു. വീണ്ടും അതേ ആൾക്കാർ ഞങ്ങളെ വിശ്വാസം അതന്നെയാണ് വീണ്ടും പാടി. ഇന്ന് ആ പാട്ട് ഇവിടെ യൂട്യൂബിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. എന്താണ് നമ്മുടെ ഇരു സമസ്തകളിലെയും നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക് ഇതിനെ അടിസ്ഥാനപരമായി വിമർശിക്കാൻ കഴിയാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണം. കഴിയില്ല. കാരണം എന്താണ്? 2 കൂട്ടരുടെയും ന്യായം ഒന്നാണ്. മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന സാധാരണ ആളുകൾ എന്തൊരു ന്യായമാണോ പറയുന്നത്, ആ ന്യായത്തിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരവസ്ഥയാണ് CM മടവൂർ തന്നെയാണ് ഞങ്ങളെ പടച്ചോ എന്ന് പറയുന്നവർക്ക് ന്യായം. എന്താ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആളെ വിശ്വാസം എന്താ? ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, എന്താ മൗലവി നിങ്ങൾ വിവരമില്ലാതെ പറയുന്നു, ഞങ്ങൾ ബദരീങ്ങൾ പടച്ചോനാന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത് എന്നല്ലേ പല ആൾക്കാരെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ എന്താ പറയാ,
അത് അള്ള കൊടുത്തൊരു കഴിവാണ്. ആ കൊടുത്ത കഴിവെന്നേ ഞങ്ങൾ ചോദിക്കണുള്ളൂ. അത് അവരെ അള്ളയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ പണ്ട് പറഞ്ഞത്, ഇപ്പം അള്ളയെന്ന് തന്നെ പറഞ്ഞു. അത് വേറെ വിഷയം. പക്ഷെ അള്ളയാണ്, ഞങ്ങളെ പടച്ചോനാണ് എന്ന് പറയണവർക്കുള്ള പിന്നെ ന്യായം എന്താണെന്നറിയോ? അള്ള കൊടുത്ത കഴിവാണ്, അതിൻ്റെ ന്യായം. അവര് മറുപടി പറഞ്ഞത് അതാണ്. അത് CM മടവൂരിനെ ഒരാൾ പടച്ചോന്റെ കഴിവൊക്കെ CM മടവൂരിന് കൊടുക്കാൻ പടച്ചോനറിയില്ലേ? കയ്യില് പടച്ചോൻ വിചാരിച്ചാൽ നടക്കൂലേ? അപ്പൊ കുറച്ചു കാലം പടച്ചും പിന്നെ CM മടവൂര് പടച്ചോനായിക്കോട്ടെ എന്ന് അള്ള തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? ഇതാ ന്യായേ. അപ്പൊ ന്യായം പറയുമ്പോൾ നല്ലോണം നോക്കണം. നമ്മളൊരു ചെറിയ വാതിൽ തുറന്നു കൊടുത്താൽ പൂച്ചക്ക് തുറന്നു കൊടുത്തതായിരിക്കും, പക്ഷെ അതിലെ തന്നെ മൂർഖം പാമ്പും വരിക. ആ വഴിക്ക് തന്നെ മൂർഖം പാമ്പും വരിക. മനസ്സിലായോ? അപ്പൊ മൊയ്യദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാനും ബദരീങ്ങളോട് പ്രാർത്ഥിക്കാനും വേണ്ടി നമ്മൾ കൊടുത്ത ന്യായമാണെന്ത്? കൊടുത്ത കഴിവ് എന്നുള്ള ന്യായം. അപ്പൊ ഒരുത്തം ഒരു കല്ലിനെ നാട്ടി നിർത്തിയിട്ട് ആ കല്ലിൻ്റെ അടുത്ത് പോയി ഒരു തൊപ്പിയൊക്കെ ഇട്ടുങ്ങാണ്ട് ആ കല്ലിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, എന്താണ് ഇതിനോട് പ്രാർത്ഥിക്കുന്നത്? ഇസ്ലാമികമായി ശരിയല്ലല്ലോ, അള്ളാഹിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓൻ്റെ മറുപടി എന്താ? ഈ കല്ലിന് പടച്ചോന് കൈ കൊടുത്തൂടെ? അപ്പം അള്ള കൊടുത്ത കഴിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അപ്പോൾ പിന്നെന്താ മറുപടി? അതല്ലേ ഇപ്പം നാട്ടിൽ നിങ്ങൾ കാണുന്നത്. എവിടേക്കാ നമ്മൾ പോകണമെന്ന് ആലോചിച്ച് നോക്കി. അതേ ന്യായം പറഞ്ഞ് അവസാനം എവിടെ എത്തി? CM മടവൂര് ഞങ്ങളെ പടച്ചോനാണെന്ന് പാടുന്നിടത്തേക്ക് വരെ എത്തി. അത് തിരുത്താൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഇവിടെയുള്ള ഇരു സമസ്തകളിലെയും പണ്ഡിതന്മാരും അവരുടെ അണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അഹ്ലുസുന്ന ആദർശ പ്രയാണം ഒരു കൊടുങ്കാറ്റായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് അവരുടെ ശിർക്കിന്റെ ആ കൊട്ടകൊത്തളങ്ങളെ കൃത്യമായി അതിന് വിള്ളൽ ചേർത്തുകൊണ്ട് ഈ തൗഹീദിന്റെ വെളിച്ചവുമായി കേരളത്തിലൂടെ നമ്മൾ ഈ പ്രയാണവുമായി കടന്നു പോകുന്നത്. ആ സത്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. കാരണം എന്താ അറിയോ? ഈ ശിർക്ക് ജീവിതത്തിൽ വന്നാൽ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോയി. പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാണ്, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനം മുഴുവൻ പൊളിഞ്ഞു പോകും. പിന്നെ നമ്മളെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും ഇവിടെ കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും ശിർക്ക് വരാൻ പാടില്ല സുഹൃത്തുക്കളെ. ശിർക്ക് വന്നാൽ എല്ലാ കർമ്മവും പൊളിഞ്ഞു പോകും. ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ശിർക്കാണെന്ന് പറഞ്ഞ് കുപ്പായം പാൻറ്റിട്ടും കണ്ട് ഒരാൾ വന്ന് സലാം പറയില്ല. അത് നേരത്തെ പറഞ്ഞ പരിപാടിയാണ്. അള്ളാഹിനോട് പറയേണ്ടത് പടപ്പുകളോട് പറഞ്ഞത് ശിർക്കായി. ഞാൻ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുണ്ടോ? നിങ്ങളൊന്ന് പോയിട്ട് മറിച്ചു നോക്കി. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ സംഘാടകരെ ഏൽപ്പിക്കണം. അല്ലാത്തവരോടൊരു പ്രാർത്ഥന ഖുർആനിലുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന ഹദീസിലുണ്ടെങ്കിൽ, പ്രവാചകന്മാർ അഖിലവും പ്രാർത്ഥിച്ചത് പ്രയാസപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച അള്ളാഹിനോടല്ലാതെ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകരോട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ പറ്റുമോ? അത്രക്ക് ബോൾഡായ ഒരു വിഷയമല്ല സുഹൃത്തുക്കളെ ഈ തൗഹീദ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ഇവിടെ അമ്മാനാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യന്മാരുടെ ഈമാനം കൊണ്ടാണ് നമ്മൾ അമ്മാനമാടുന്നത്. അതിന് നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആര് വെറുത്താലും ശരി, നമ്മൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന് ആര് പറഞ്ഞാലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇത് സ്നേഹം കൊണ്ട് പറയാണ്. ഒരു കുട്ടിക്ക് കഷായം കൊടുക്കുന്ന ഒരു ഉമ്മാന്റെ മാനസികാവസ്ഥ എന്താ? കഷായം കൊടുക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടി വന്ന് വാങ്ങി കുടിക്കൊന്നുമില്ല. അവൻ കരയും, അവൻ പെടയും, അവൻ ഓടും അല്ലേ? സ്പൂണ് കാണുമ്പോഴേക്ക് ഓടും. സ്നേഹമുള്ള ഉമ്മയാണെങ്കിൽ എന്താ കാട്ടുക? അവനോട് ഓടിക്കോട്ടെ, പോയിക്കോട്ടെ, ഇറങ്ങാണ്ട് വിടുക അല്ല അല്ലേ? അവനെ പിടിച്ച് നിർത്തി രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ആ വായിലേക്ക് എന്ത് ചെയ്യും? ആ സ്പൂണാണ് തിരികെ വെച്ച് അതാണ് അകത്തേക്ക് ആക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുക അതാ കുടിച്ചത് കഷായേന്നും മരുന്നേന്നും ഇപ്പം എൻ്റെ പനി വിട്ടു എന്ന് അപ്പോഴാ കുട്ടിക്ക് മനസ്സിലാകുക. സുഹൃത്തുക്കൾ, അങ്ങനെ കോരിത്തരാനൊന്നും നമ്മളെ രാജ്യത്ത് നിർബന്ധിക്കാനുള്ളൊരു സാഹചര്യമല്ല. ഇസ്ലാമും നിർബന്ധിക്കണില്ല, മതം. പക്ഷെ അത് പറഞ്ഞു കൊടുക്കല് നമ്മളെ ബാധ്യതയാണ്. പറഞ്ഞു കൊടുക്കല് നമ്മളെ ബാധ്യതയാണ്. അതൊരാൾ വിമർശിച്ചു, ഒരാൾ നമ്മളെ നിങ്ങളെന്താ ഈ മുജാഹിദീങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആണ്. അവരെവിടെ വന്നാലും അവർക്ക് ഇസ്ലാമിൽ എന്തൊക്കെ വിഷയം പറയാണ്ട് അവർ തൗഹീദ് 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 എന്ന് പറയും. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയും. വേറെന്തൊക്കെ വിഷയം പറയേണ്ടത് എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്. എന്ത്? ഇവിടെ വേറെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും ആ വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇത് പറയാൻ ഈ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ.
ഇത് പറയാനാണ് മുഴുവൻ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഇതാണ് അവർ പ്രഥമവും പ്രധാനവുമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ 13 വർഷം ഇതിൽ ഊന്നിക്കൊണ്ടായിരുന്നു പ്രവാചകന്റെ പ്രബോധനം ഉണ്ടായിരുന്നത്, അല്ലേ? നമസ്കാരവും നോമ്പും മറ്റു ഹറാമ് ഹലാലുകളും എല്ലാം പഠിപ്പിച്ചത് മദീനത്ത് വന്ന ശേഷമായിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ആദ്യമായി വിശ്വാസത്തിൽ മായം കലരാതിരിക്കുക എന്നതാണ്. കള്ള് ഹറാമാക്കിയത് പിന്നീടാണ്. ആദ്യം കൊടുത്തത് ഈ തൗഹീദാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, പരലോകത്തെ കുറിച്ചുള്ള സ്മരണയാണ്. ആയിഷാ ബീവി പറഞ്ഞല്ലോ, ആദ്യം പ്രവാചകൻ വന്നിട്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്, കള്ളുടിക്കരുത്, മോഷ്ടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരും കേൾക്കൂലായിരുന്നു. ആദ്യം പടച്ചോനാണ് പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് ജനങ്ങൾക്ക് പിന്നെ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമല്ല, ഉടനാണ് കേൾക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കള്ള് നിരോധിച്ചു, മദ്യം നിരോധിച്ചു എന്ന് കേട്ടപ്പോ വിരല് വായിലേക്ക് ഇട്ടിട്ട് ഛർദിച്ചു. ആ കുടിച്ചത് ഛർദിച്ചു, ചോദ്യമല്ല. കാരണം എന്താ? ഈ വിശ്വാസം, ഈ ഈമാൻ ശരിക്കും മനസ്സിലേക്ക് കയറിയതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തൗഹീദിൽ ഊന്നിക്കൊണ്ടാണ്, സുന്നത്തിൽ ഊന്നിക്കൊണ്ടാണ്, ബിദ്അത്തിനെതിരെയാണ്, ശിർക്കിനെതിരെയാണ്. ഇതാണ് ഇതിന്റെ പ്രഥമവും പ്രധാനവുമായ പ്രബോധനം എന്ന് പറയുന്നത്. അതിനാണ് അഹ്ലുസ് സുന്ന ആദർശ പ്രയാണത്തിന് നമ്മൾ ഈ സന്ദർഭത്തിൽ കാഹളം മുഴക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല.